Good evening. So, ഞാൻ 2 എപ്പിസോഡുകളിൽ ഫോറിൻ ബിസിനസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. റഷ്യയിൽ ബിസിനസ് ചെയ്യുന്നതാണോ നല്ലത്, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതാണോ? അതിന്റെ റീസണും കൂടെ പറയണം. ആൾക്കാർ ഇന്ത്യയെ പ്രിഫർ ചെയ്തിട്ടുണ്ട്. കീപ്പ് ഓൺ കണ്ടിന്യൂ. റഷ്യ ആണെങ്കിൽ വൈ റഷ്യ? ഓക്കെ, നിങ്ങൾ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന ഇന്ത്യ ആണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഓയില്, പെട്രോളിയം പ്രോഡക്ട്സ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ്, അയൺ, സ്റ്റീല് നിങ്ങൾക്ക് നോക്കാം റഷ്യയുടെ ഏതൊക്കെയാണ് പ്രധാനമായിട്ട്. അതല്ലാത്തതാണെങ്കിൽ ഇന്ത്യ ഈസ് ബെറ്റർ. ഓക്കെ, ഇനി മൈ ക്വസ്റ്റ്യൻ, whether India is better or Bangladesh is better, and what is the GDP of Bangladesh? Or India is better or Bangladesh is better? ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം, ബംഗ്ലാദേശിന്റെ ഇതിനൊരു കാര്യം കിട്ടുക, അറൗണ്ട് 400 ബില്യൺ USD ആണ് ബംഗ്ലാദേശിന്റെ ടേൺ ഓവർ. ഇനി ബംഗ്ലാദേശിനെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിലെ അനുകൂലമായ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. എന്നിട്ടും ബംഗ്ലാദേശിന്റെ GDP 400 ബില്യൺ USD ആണ്. ദാറ്റ് മീൻസ് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഈ 4 സ്റ്റേറ്റുകളുടെ ടോട്ടൽ GDPയുടെ അടുത്തെത്തുന്നുണ്ട് ബംഗ്ലാദേശ് മാത്രം. എന്തുകൊണ്ടായിരിക്കും ബംഗ്ലാദേശിൽ ഇത്രയും ഗ്രോത്ത് വരാനായിട്ടുള്ള കാരണം? നിങ്ങൾ ഫോറിൻ ബിസിനസ് പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. അവരുടെ നമ്മുടെ ഈ കേരളത്തിൽ വരാവുന്നതിൻ്റെ പകുതിയോ 1/3 മാത്രമേ അവിടെ ലേബർ കോസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ലോക ബ്രാൻഡുകളെല്ലാം അങ്ങോട്ട് ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് സ്റ്റഡി ഗ്രോത്ത് ആണ് ബംഗ്ലാദേശിന്റെ ഇതിൽ നിന്ന് കാണിക്കുന്നത്. സ്റ്റഡി ഗ്രോത്ത് ആണ്. അപ്പൊ തന്നെയുമല്ല, ഇങ്ങനെ ഈ നില തുടരുവാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ അവരുടെ ജീവിത നിലവാരം ഒത്തിരി മെച്ചപ്പെടുന്ന കൂട്ടത്തിൽ ലേബർ കോസ്റ്റ് അടുത്തൊരു 10 വർഷം കഴിയുമ്പം ഇന്ത്യ കഴിഞ്ഞ് വളരെ കൂടുതലായിരിക്കും ലേബർ കോസ്റ്റ് അവിടെ വരിക. അവർക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളായി, ജീവിത സൗകര്യങ്ങളായി, സ്കൂളായി. അപ്പൊ അവിടെ ആ മൊത്തമായിട്ടും നമുക്ക് ബംഗ്ലാദേശിൽ വളർച്ച പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് ലേബർ കോസ്റ്റ് അത്രയും കുറഞ്ഞിരിക്കുന്നതാണ് അവരുടെ ഒരു വലിയ ഇതിന്റെ ഒരു കാര്യം നിങ്ങളെ കുറിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ബിസിനസ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. ആർബിട്രേജ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിങ്ങൾ പെട്ടെന്ന് നെറ്റിൽ നോക്കി ചിലപ്പോൾ ആൻസർ കിട്ടിയെന്ന് വരത്തില്ല. മാനേജ്മെന്റ് ടേമാണ്. അതായത് 10 മണിക്കൂർ നമ്മൾ ഇന്ത്യയിൽ ഒരാളെ ജോലി ചെയ്യിക്കുന്ന കാശും കൊണ്ട് നമുക്ക് ബംഗ്ലാദേശിൽ 25 മണിക്കൂറോ 30 മണിക്കൂറോ ജോലി ചെയ്യിക്കാം. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ പോകാവുന്നതാണെങ്കിൽ, മില്യൺസ് ഓഫ് മാൻ അവേഴ്സ് പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിലേക്ക് അവർ ലൊക്കേറ്റ് ചെയ്യും. അതാണ് അതിന്റെ റീസൺ. അപ്പം ഇത് തന്നെയാണ് US ബിസിനസ്സുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് IT എനേബിൾഡ് സർവീസസ് മറ്റൊക്കെ ഇന്ത്യയിലേക്ക് വരാനുള്ള റീസൺ. അപ്പം ഇവിടെ നമുക്ക് 10 മണിക്കൂർ ജോലി ചെയ്യിക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് 25-30 മണിക്കൂർ അവിടെ ജോലി ചെയ്യിക്കാം. അപ്പൊ കമ്പനികൾക്ക് അത്രയും ലാഭമായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം 1 മില്യൺ, 2 മില്യൺ, 5 മില്യൺ മാൻ അവേഴ്സ് ഉപയോഗിച്ചാണ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് വിൽ ബി പ്രിറ്റി ചീപ്പ്. ഹാഫ് ദ പ്രൈസേ വരുത്തുള്ളൂ. ഇതിനാണ് പറയുന്നത് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം വേണേൽ എഴുതിക്കോളൂ. നമുക്ക് 1 കിലോ റോബസ്റ്റ പഴം കേരളത്തിൽ കിട്ടണമെങ്കിൽ 12 രൂപ, 15 രൂപ ആവും. നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന കേല എന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് 12 രൂപ or 15 രൂപ ആവും. ഇതേ റോബസ്റ്റ പഴം നമുക്ക് ദുബൈയിൽ കിട്ടണമെങ്കിൽ 150 രൂപ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉൽപാദനം ഇവിടെ ആയിരിക്കും ലാഭം, വിൽപ്പന ദുബായ് ആയിരിക്കും ലാഭം. ഓക്കെ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിച്ചു വന്നാൽ വളരെ എളുപ്പമാണ് ബിസിനസ് എവിടെ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഒരിക്കൽ കൂടെ പറയാം,
1 കിലോ കേര, ഈ പറഞ്ഞ റോബസ്റ്റ പഴം പോലെ ഇരിക്കുന്ന ചുമന്നിരിക്കുന്ന മഞ്ഞയിരിക്കുന്ന ബനാന, ഇവിടെ നമുക്ക് 12 രൂപ 15 രൂപയ്ക്ക് 1 കിലോയ്ക്ക് കിട്ടുമ്പോൾ, ഇപ്പൊ ഈ സമയത്തൊക്കെ മുംബൈയിലൊക്കെ നല്ല ഇത് കിട്ടും, റോഡിൽ കൊണ്ടുവന്നവർ തരും, നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് തരും. ദുബൈയിൽ അത്രയും ടേസ്റ്റും ഇല്ല, പക്ഷെ ഒരെണ്ണത്തിന് ഇതിന് 150 രൂപ വരും 1 കിലോയ്ക്ക്. ഇനി അടുത്തത് ഈ നമ്മുടെ ഏത്തവാഴ, ഏത്തക്കൊല, ഏത്തൻ എന്ന് പറഞ്ഞ സാധനം ഭൂലോകത്ത് വേറെ ഒരിടത്തും ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് കൊണ്ടുപോയതാണോ എന്ന് അറിയത്തില്ല. ആഫ്രിക്കയിൽ ചെറിയ ചില സ്ഥലത്തൊക്കെ ഈ സംഭവം ഉണ്ട് കുറച്ചെങ്കിലും, പക്ഷെ അവിടെ നിന്ന് വരുന്ന കുറച്ചുകൂടെ വലുതൊക്കെയാണ്. ഓക്കെ, ഇവിടുത്തെ കുറച്ചുകൂടെ ഉരുണ്ടാണ്, അവിടുത്തെ കുറച്ചുകൂടെ പരന്നതൊക്കെയാണ് വരുന്നത്. പക്ഷെ ഈ ഏത്തക്കൊല 1 കിലോ ഏത്തക്കായ്ക്ക് നമുക്ക് ഇവിടെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വില അറിയാമായിരിക്കും, 12 രൂപ 15 രൂപ 20 രൂപയ്ക്ക് അകത്തേ വരുത്തും 1 കിലോ ഏത്തക്കായ്ക്ക്. പക്ഷെ അത് UK-ലോ പാരീസിലോ കിട്ടുമ്പോഴത്തേക്കും 220 240 രൂപ 1 കിലോയ്ക്ക് സൂപ്പർ മാർക്കറ്റിലൂടെ റീറ്റെയിലിൽ കിട്ടുമ്പോൾ. അപ്പൊ അവിടെ അത് അത്രയും കിട്ടുന്നത് നമുക്ക് അവിടെ ആർബിട്രേജ് കൂടുതലാന്ന് പറയാം. ആർബിട്രേജ് കൂടുതലാന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു കാര്യം, കേരളത്തിൽ 1 കിലോ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് 60 രൂപയോ 70 രൂപയായിരിക്കും നമുക്ക് ഒരു കോസ്റ്റ് ധാന്യം ഉണ്ടാക്കുന്നത്. ഇതേ ധാന്യം 60-70 വരുമ്പോൾ നമുക്ക് ഈ സാധനം ആന്ധ്രയിലോ ഇല്ലെങ്കിൽ പിന്നെ തെലങ്കാനയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് 32 രൂപയ്ക്ക് കിട്ടും. ഇതേ സാധനം തന്നെ നമുക്ക് പഞ്ചാബിൽ ഉണ്ടാക്കുമ്പോൾ 17 രൂപയ്ക്ക് കിട്ടും. അപ്പൊ പഞ്ചാബിൽ നമുക്ക് ആർബിട്രേജ് കൂടുതലാണ്. ഓക്കെ, ഈ സാധനം ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇതുമായിട്ടൊന്ന് ചർച്ച ചെയ്യോ, എവിടെ ബിസിനസ് ചെയ്യണം. ഞാൻ ഒരെണ്ണം പറഞ്ഞത് എന്താണ്, ഈ പ്രൊക്യൂർമെന്റ് സ്ഥലത്ത് ഭയങ്കര ലോ കോസ്റ്റ്. രണ്ടാമത് പറഞ്ഞത് പ്രോസസ്സിങ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കുന്ന സ്ഥലത്ത് ലേബർ കോസ്റ്റ് വളരെ കുറവ്. ഞാൻ വെരിഫൈ ചെയ്യാത്ത സോഴ്സിൽ നിന്ന് പറയാം, ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എ കൺട്രി കോൾഡ് മലാവി എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞത് അവിടെ ശമ്പളം $2 എന്നാണ് പറഞ്ഞത്. അപ്പൊ 150 രൂപ ഒരു ദിവസത്തെ ശമ്പളം മീൻസ് നമ്മുടെ ലേബർ കോസ്റ്റ് വരുന്നത് $2. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു ചർച്ചയിൽ വരുമ്പോൾ വെറുതെ കേട്ടോണ്ടിരിക്കുന്നതിന് പകരം could you please come for a discussion, then you can decide where you want to start business. ഫണ്ടമെന്റൽ പിടുത്തം കിട്ടാതെ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ബിസിനസ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഡിസ്കസിങ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും starting a business in Russia, salary is more, procurement cost is more, arbitrage അത് നമുക്ക് വലിയ പ്രയോജനമില്ല. അപ്പൊ റഷ്യ, യുക്രൈൻ ഇതൊന്നും കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ വരുന്നില്ല. സോ വേർ യു ക്യാൻ ഡു, ഇതിനെ നിങ്ങൾ പഠിക്കേണ്ട ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. മറ്റുള്ളടത്ത് പോയി ബിസിനസ് ചെയ്താൽ 1-2 ഐറ്റത്തിന്റെ ലാഭമല്ല നോക്കണം, നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക്. ഈ ആർബിട്രേജ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് പറയാമോ? ഡയറി ഫാം തുടങ്ങിയ ഡയറി ഫാം കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, എന്തുമാത്രം കോസ്റ്റ് അതുപോലെ ചെലവും എല്ലാ കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം വേറെ എവിടെ പുറത്ത്? നല്ല ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ഡയറി ഫാമിന് കേരളത്തിൽ ലാൻഡ് കിട്ടണമെങ്കിൽ 1 സെന്റ് സ്ഥലത്തിന് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്ഥലം കിട്ടാനില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നോക്കുകൂലി വളരെ കൂടുതൽ, വാട്ടറും അതിന്റെ കാലിത്തീറ്റകളും കോസ്റ്റ്ലി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുല്ലൊക്കെ മുറിച്ചു കൊടുക്കണമെങ്കിൽ അതിനുള്ള കാസ്റ്റും ഒക്കെ കോസ്റ്റ്ലി. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ പാലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, എനിക്കറിയത്തില്ല 1 ലിറ്റർ പാലിന് എത്ര 80 റുപ്പീസ് ഉണ്ടോ?
കർഷകർക്ക് എത്ര കിട്ടുന്നുണ്ട്? 40 രൂപ. 40 രൂപയുള്ളോ? ആ, അപ്പൊ ഒരു കുപ്പി മിനറൽ വാട്ടറിനാണോ വില കൂടുതൽ, അതോ ഞാൻ ഒരു കുപ്പി പാല് കൊടുക്കുന്ന രാവിലെ കൊടുക്കുന്ന 40 രൂപ ലിറ്ററിന് കിട്ടുന്നു ഇവിടെ. എവിടെ എവിടെ സ്ഥലം എവിടെ? കാസർഗോഡ് മിൽമയിൽ 40 രൂപ ലിറ്റർ കിട്ടുന്നുള്ളൂ. ഇവിടെ ഇത്രയും പണി എടുത്തിട്ട് കിട്ടുന്ന പൈസ ലിറ്ററിന് 40 രൂപ. തൃപ്പൂണിത്തുറ 50, പുറത്ത് കൊടുക്കണത് 55, നമ്മള് ഡയറി കൊടുക്കുമ്പോൾ 50, 52. 1 കിലോ മിൽക്ക് പൗഡർ, ക്വാളിറ്റി മിൽക്ക് പൗഡർ നമുക്ക് 200 രൂപയ്ക്ക് കിട്ടും. 1 കിലോ മിൽക്ക് പൗഡറിന്റെ മിൽക്കായിട്ട് എടുക്കും, എന്ത് വേണം ചെയ്തോളൂ. 1 കിലോ മിൽക്ക് പൗഡർ നമുക്ക് എത്രയാണ്? 200 രൂപ, 250 രൂപ വരെ മാക്സിമം പോകുന്ന കൂട്ടിക്കോളൂ 1 കിലോ മിൽക്ക് പൗഡറിന്. ഓക്കെ, ഇനി 1 കിലോ കൊക്കോ, പ്യുവർ കൊക്കോ, ലോകത്തിലെ ഏറ്റവും നല്ല കൊക്കോ കിട്ടുന്നത്, ഏറ്റവും കൂടിയ കൊക്കോ കിട്ടുന്നത് ഐവറി കോസ്റ്റിലാണ്. ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റിലാണ്. ഓക്കെ, ഐവറി കോസ്റ്റിൽ നമുക്ക് കൊക്കോയ്ക്ക് 1 കിലോ കൊക്കോയ്ക്ക് $2 വരെയുള്ളൂ. ചെക്ക് ഓൺലൈൻ. 1 കിലോ കൊക്കോ പൗഡറാണ് ഞാൻ പറഞ്ഞത്, ഗുരുവല്ല. 1 കിലോ കൊക്കോ പൗഡറിന് $2, $2.50 വരുത്തും. ഓക്കെ, ഇനി പാലിന്റെ പൗഡറിന് നമുക്കൊരു $3 കൂട്ടാം. ഇനി അതിനകത്ത് ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, മറ്റു ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് പറയണം. അതിനകത്ത് പിന്നെ വെള്ളം ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കാം. ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീംസ് ഉണ്ടാക്കാം, റോയൽ ഐസ്ക്രീംസ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് ചോക്ലേറ്റ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ, ഹൗ ക്യാൻ യു സെൽ അറ്റ് ദ കോസ്റ്റ് ഓഫ് 1000 rupees per kg? നിങ്ങളുടെ ഇൻപുട്ടിന്റെ കോസ്റ്റ് ഒരിക്കലും 200 രൂപയ്ക്ക് അപ്പുറത്ത് പോകുന്നില്ല. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് അത് 1000 രൂപയ്ക്ക് മുകളിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതാണ് നമ്മളുടെ പ്രശ്നം. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല, മാറി തിരിഞ്ഞൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അത് പല വിധത്തിൽ ചിന്തിക്കാം. ഇപ്പൊ അലുവേര ഒന്നും എന്തുണ്ടാക്കിയാലും പെട്ടെന്ന് വിളയുന്ന സ്ഥലത്ത് അലുവേര കൃഷി ചെയ്ത് കഴിഞ്ഞാലും അതിനെ വാല്യൂ അഡീഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ജെല്ലുകൾ ഇങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടാനാണ്. അതിന്റെ ജെല്ല് കുടിക്കാനായിട്ട് അസിഡിറ്റിക്കൊക്കെ വളരെ നല്ലതാണ് അത്ര. ഓക്കെ, 2 പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു, ചോക്ലേറ്റ് ആൻഡ് അലുവേര, കോക്കനട്ട്. സോറി, ഇനി അത് വേറൊരു കാര്യം, അത് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്? ലോകത്തിൽ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്? ആ കാര്യം ഇവിടുത്തെ തന്നിട്ടുണ്ട്. കയറ്, ഹെയർ ഓയില്, ടോഫി, വെർജിൻ കോക്കനട്ട്, ഓക്കെ. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിപ്പോയി നിങ്ങളെ ഇങ്ങനെ ഒന്ന് അതിലോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരു ധൈര്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം വരണം. നിങ്ങളുടെ കൺമുമ്പിൽ പ്രൊഡക്റ്റ് ഉണ്ട്, സാധ്യതയുണ്ട്, ആവശ്യക്കാരുമുണ്ട്, ഫണ്ടും ഇരിപ്പുണ്ട്, ജോലി വേണ്ടവരിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കരുത്, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കണം. വാട്ട് ദേ വിൽ ലൈക്ക്, നോട്ട് വാട്ട് യു ലൈക്ക്, but what your customer will like. The customer will want. അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചേ. അടുത്ത ആഴ്ച കാണാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതൊക്കെ കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, see you next week.